വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും. ആ ഒരു പണ്ട് ദേവാലയം വരുന്ന സ്ഥാനത്ത് എന്താണുള്ളത്? ഒരു മുസ്ലിം പള്ളിയാണ്, ഡോം ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞത്. ഇവിടെയല്ല ശരിക്കും പണ്ടത്തെ ദേവാലയം, ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് അവര് വേറെ രീതിയിൽ അവിടെ എങ്ങനെയെങ്കിലും ഒരു ദേവാലയം പണിയണം. അപ്പൊ അതിന്റെ ഉള്ളിൽ യെരുശലേം എത്രമാത്രം ഉണ്ട്. യേശുക്രിസ്തുവിന് ഭൗതികമായി ഒരിക്കലെങ്കിലും ദേവാലയത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. യഹൂദന്മാർക്ക് പോലും, കാരണം യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞവരല്ലേ, യഹൂദന്മാർക്ക് പോലും പറയാൻ പറ്റില്ല, ഓ യേശുക്രിസ്തു അഹരോന്റെ സന്തതിയിലല്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ മഹാപുരോഹിതൻ എന്ന് വിളിക്കുന്നത്? കാരണം അതിനുള്ള ആൻസർ ദൈവം മുൻപേ കൊടുത്തത് നമ്മൾ അതിശയിപ്പിച്ച് കളയും. ഇപ്പൊ ദൈവത്തിന്റെ ആലയം പണിതു വെക്കും. കൂടാരത്തിന്റെ ഒരു തിരശീല പോലും കീറിപ്പോയി. അവര് പിന്നെ അത് കാര്യമാക്കാതെ അവരവരുടെ കാര്യം ചെയ്യുന്നു. ഈയിടക്ക് ഒരു യാഗം അവിടെ സമർപ്പിച്ചു, ഒരു ചുവന്ന പശുക്കിടാവിന്റെ. കള്ളപ്രവാചകന്മാർ അനവധിയാണ് ലോകത്തിൽ. പക്ഷെ ആ കള്ളപ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങളെ നമുക്ക് പരിശോധിക്കാനായിട്ടാണ് നമുക്ക് ദൈവത്തിന്റെ വചനം നൽകിയിരിക്കുന്നത്. ദൈവം ഇവിടെ ഒരു കാര്യം ഇങ്ങനെ പററ്റി വേറൊരു സ്ഥലത്ത് വേറൊരു രീതിയിൽ പറയും ഇല്ല. നമുക്കറിയാം യേശു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്, ഒരു മാറ്റമില്ല. അവിടെ പറയുന്ന കാര്യം അത് തന്നെയാണ്. ഒന്ന് ചിന്തിച്ചൊക്കെ അവിടെ പറയുന്നത്, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം.